രാജ്യം ഭരിക്കാത്ത അല്ലെങ്കിൽ ഭരണാധികാരത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായ നേതാവ് മരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തെ കാണാൻ, ആദരവർപ്പിക്കാൻ നയതന്ത്ര വിദഗ്ധരെത്തുന്നു, വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളെത്തുന്നു, വിദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികളെത്തുന്നു. ആ നിലയിൽ സീതാറാം ലോകത്ത് വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി രൂപപ്പെടുത്തിയ വിശേഷിച്ച് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലടക്കം അദ്ദേഹം ആഴത്തിൽ രൂപപ്പെടുത്തിയ ദൃഢതയാർന്ന ബന്ധങ്ങളുടെ പ്രതിഫലനം ഏറ്റവും ഒടുവിൽ 3 മണിക്ക് ഇവിടെ നിന്ന് സീതാറാമിൻ്റെ മൃതദേഹം എടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ചൈനീസ് നയതന്ത്രാലയത്തിൽ നിന്നുകൂടിയുള്ള ഏറ്റവും അവരുടെ പ്രതിനിധിയും വന്ന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുശോചന സന്ദേശം എഴുതി അവിടെ നിന്ന് ഇതേ സമയം തന്നെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ നേതാക്കളെയും, ഒരു ജനതയെ പല തോതിൽ വല്ലാതെ സ്വാധീനിച്ച ഒരു നേതാവ് എന്ന നിലയിൽ ഇനിയൊരു യെച്ചൂരിയില്ല, യെച്ചൂരിക്ക് തുല്യം യെച്ചൂരി മാത്രം എന്ന നിലയിൽ അവിടെയാണ് അത്രമേൽ വലിയ ഒരു നഷ്ടബോധം നിശ്ചയമായും CPM എന്ന പാർട്ടി യെച്ചൂരിയുടെ ഈ വേർപാടിലൂടെ അനുഭവിക്കുന്നുണ്ട്. നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ കൂട്ടായ നേതൃത്വത്തിലൂടെയാണ് ഈ ഘട്ടത്തെ CPM അതിജീവിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തു. നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളിൽ നമ്മൾ കണ്ടത് അതാണ്. കൂട്ടായ നേതൃത്വത്തിലൂടെ അതിജീവിക്കേണ്ടതായിട്ടുള്ള അപരിഹാര്യമായ ഒരു നഷ്ടം CPM എന്ന പാർട്ടിയും രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ആകെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് സീതാറാം യെച്ചൂരി എന്ന വലിയ നേതാവിൻ്റെ തലപ്പൊക്കം മനസ്സിലാവുന്ന. ഏതു പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാനുള്ള, മറികടക്കാനുള്ള രാഷ്ട്രീയമായ കൃത്യമായ പ്രത്യയശാസ്ത്ര മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതിനെ പ്രായോഗിക തലത്തിൽ വിശകലനം ചെയ്യാനും അതിനിടെ ആ നിലയിൽ മുന്നോട്ട് പോകാനുമുള്ള ഉറച്ച ബോധ്യം അതുതന്നെയാണ് സീതാറാമിനെ വ്യത്യസ്തനാക്കുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ ആ നിലയിൽ സീതാറാം ഏറ്റവും വലിയ സൈദ്ധാന്തികനും ധിഷണാശാലിയായ പ്രതിഭാശാലിയായ രാഷ്ട്രീയ നേതാവാകുമ്പോൾ തന്നെയും പാർലമെൻറ്റിൽ അദ്ദേഹത്തെ CPM എന്ന പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെയും എത്ര ഗംഭീരമായി വളരെ വിദഗ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും കണ്ടു. അവിടെയും സമാദരണീയമായ ഒരു വ്യക്തിത്വമായി സീതാറാം യെച്ചൂരി മികച്ച പാർലമെൻറ്റേറിയനായി, പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനായി മാറുകയായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും മികച്ച രാജ്യസഭാംഗമായ പാർലമെൻറ്റേറിയനായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ സംവാദങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള പ്രഭാഷണങ്ങൾ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഭരണഘടനാ ദിനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്നും ചരിത്രത്തിൻ്റെ രേഖകളിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമുക്കറിയാം, ഇപ്പോൾ പാർലമെൻറ്റിലെ അനുഭവങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി P. രാജീവ് ഇവരൊരേ സമയം രാജ്യസഭാംഗമായി പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് പറയുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് ആയിരുന്നു. ആ ഗുലാം നബി ആസാദ് ഈ പാർലമെൻറ്റിനുള്ളിൽ, രാജ്യസഭയ്ക്കുള്ളിൽ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു ഫ്ലോർ മാനേജ്മെൻറ്റിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും യോജിപ്പിച്ചു നിർത്തേണ്ടുന്ന ഘട്ടം വരുമ്പോൾ ആ ഘട്ടത്തിൽ സീതാറാം എവിടെ എന്ന് ചോദിക്കുന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് മറ്റു പാർട്ടികളോട് സംസാരിക്കാൻ, അവർക്കിടയിൽ ഒരു വ്യക്തത രൂപപ്പെടുത്താൻ ഇടപെടുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന സീതാറാം യെച്ചൂരിയെക്കുറിച്ച് പറയുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. അത്തരം എത്രയോ അനുഭവങ്ങളുണ്ട്. സൗമിത്ര സെൻ ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിൽ സീതാറാം നടത്തിയിട്ടുള്ള അവതരണ പ്രസംഗമുണ്ട്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ വിഷയത്തിലും അദ്ദേഹം ഇടപെട്ട് നടത്തിയിട്ടുള്ള ഈ പ്രസംഗങ്ങൾ നമ്മളിപ്പോൾ കാണുമ്പോഴറിയാം ഏറെ വേദനയോടെ CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള നേതാക്കളാണ് ഈ വിലാപയാത്രയെ നയിക്കുന്നത്. അവർ മുൻപിലുണ്ട്. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് തൊട്ടു പിന്നാലെ ഉള്ളത്.